ഡോക്ടർ ഷമീം സാർ സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, ഏറ്റവും ബഹുമാന്യരായ അധ്യക്ഷൻ ഖാദർ ഉസ്താദ്, ഉദ്ഘാടനം ചെയ്ത സോമണ്ണ, അതുപോലെ വേദിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, ഉസ്താദുമാർ, എല്ലാവരും എൻ്റെ ഗുരുക്കളാണ്. ഇവിടെ എല്ലാവരും വളരെ പരിചയമുള്ള ആളാണ്. ഞാനിപ്പോൾ സ്റ്റേജിലിരിക്കുന്ന സമയത്ത് ചിന്തിച്ചൊരു കാര്യം, പണ്ട് മീലാദിനും സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് സ്റ്റേജിൽ കയറിയിട്ടുള്ളത്. പക്ഷെ ഇന്ന് ഒരു അതിഥിയായി ഇവിടെ വരുമ്പോൾ ഈ സ്റ്റേജ് എന്ന് പറയുന്നത് കഴിഞ്ഞ 6 മാസമായി ഞങ്ങൾ ഹാമിച്ചിരിക്കും പറയുമ്പോൾ. ഞാൻ തങ്ങളെന്ന് പേരെടുത്ത് വിളിക്കാത്ത ഒരു മനുഷ്യനേ ഉള്ളൂ. എൻ്റെ കൂടെ MBBS പഠിച്ച തങ്ങന്മാരൊക്കെ എന്നെ തങ്ങളെന്നാണ് വിളിക്കുക. ഉള്ളാൽ തങ്ങളെ പേരക്കുട്ടിയുണ്ട്, ഓരോ വിളിക്കുക തങ്ങളെന്ന്. പാണക്കാടത്തൊരു തങ്ങളുണ്ട്, എൻ്റെ ജൂനിയർ ഷഹീൻ തങ്ങളുണ്ട്, അവരെല്ലാവരും തങ്ങളെന്നാണ് വിളിക്കുക. പക്ഷെ ലോകത്ത് ഞാൻ തങ്ങളെന്ന് വിളിക്കാതെ ഒരൊറ്റ മനുഷ്യനുണ്ട്, വിളിക്കും പക്ഷെ പേരെടുത്ത് വിളിക്കുന്ന ഒരേ ഒരു മനുഷ്യന് ഹാമിദ് തങ്ങളാണ്. കഴിഞ്ഞ 6 മാസമായിട്ട് ഈ ഒരു സ്റ്റേജ്, ഇങ്ങനെയൊരു സന്ദർഭം ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം എന്ന് വെച്ചാൽ ഞാൻ മാത്രമല്ല, അതിന് എൻ്റെ ഒരു സ്വാർത്ഥമായിട്ടുള്ളൊരു ആഗ്രഹമായിരിക്കാം. പക്ഷേ ഇവിടെ ആമി ഇങ്ങനെ വന്ന് ഇരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു വ്യക്തി ഞാനാണ്. പഠിച്ചോൻ ചില സമയത്ത് പഠിച്ചോൻ നമുക്ക് കാണിച്ചു തരുന്ന, അല്ലെങ്കിൽ പഠിച്ചോൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്താണ് മുഹിമ്മാത്ത് എനിക്കെന്നും, അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു നാടിന് മുഹിമ്മാത്ത് എന്താണെന്ന് പറയേണ്ട ഏറ്റവും അനുയോജ്യമായ ഒരു സദസ്സാണിതെന്ന് തോന്നുന്നു. 93-ലാണ് ഞാൻ മുഹിമ്മാത്തിൻ്റെ അന്നത്തെ സ്കൂളിൽ, പഞ്ചായത്തിൻ്റെ അടുത്ത് ആദ്യം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത്. ദീർഘവീക്ഷണം എന്ന് പറയുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് തങ്ങൾ ഉസ്താദ് ഞങ്ങൾ വിളിച്ചുകൊണ്ടായിരുന്നു സയ്യിദ് താഹിറുൽ അഹദ് തങ്ങൾ. ഒരു ഗ്രാമത്തിൽ വന്ന് ഒരു സ്ഥാപനം തുടങ്ങണമെന്നും അത് തനിക്ക് ശേഷം തലമുറകളിലൂടെ, പതിറ്റാണ്ടുകളിലൂടെ ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു നാടിന് ഒരു സന്ദേശമായി, അതിൻ്റെ അടയാളമായി നിൽക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ വീക്ഷണമാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. ആ സമയത്ത് ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലും ഇവിടെ മദ്രസയിലുമുള്ള സമയത്ത് മുഹിമ്മാത്തിനെ, ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്, അന്നത്തെ എൻ്റെ കൂടെ പഠിച്ച ആൾക്കാർക്കറിയാം, ഒരു 2nd ഡിഗ്രി അല്ലെങ്കിൽ ഒരു 2ാം കിട സ്കൂളായിട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ആ സമയത്തുണ്ടായിരുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ വെച്ച് അംഗീകാരമില്ലാത്തെന്ന സ്കൂൾ എന്ന് പറഞ്ഞ് നമ്മൾ ഫെസ്റ്റിവൽ, നമ്മൾ ഈ പരിപാടികൾക്കും സ്പോർട്സ് മീറ്റിനൊക്കെ പോകുന്ന സമയത്ത്, അങ്ങനെ 7ാം ക്ലാസ്സിൽ അംഗീകാരമില്ലാത്ത പല പ്രശ്നങ്ങളും വന്നു മുഹിമ്മാത്ത് സ്കൂളിന്. അപ്പോൾ നമ്മളൊരു 10-20 പേരുണ്ടായിരുന്നു ആ ക്ലാസ്സിൽ. പലരും മറ്റുള്ള സ്കൂളിലേക്ക് TC വാങ്ങിപ്പോയി. കാരണം പിന്നീട് അന്ന് ഹൈസ്കൂളിലേക്ക് കയറണമെങ്കിൽ ഈ ഒരു പ്രശ്നമുണ്ട്. അവിടുന്ന് എൻ്റെ വാപ്പ പറഞ്ഞു, തങ്ങളോടൊന്ന് സംസാരിക്കാം.
എനിക്കിന്നും ഓർമ്മയുണ്ട്, വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. ഈ തങ്ങളെ ഈ മുറിയിൽ ഓഫീസിൽ ഞാനും വാപ്പയും എൻ്റെ ഒരു കസിനും വന്ന് തങ്ങളുസ്താദോട് സംസാരിച്ചു. ഷമീമിന് വേറെ സ്കൂളിലേക്ക് കൊണ്ടുപോകണം എന്ന് എല്ലാവരും പറയുന്നു എന്ന്. തങ്ങളൊന്നും മിണ്ടിയില്ല. തങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, അബ്ദുൽ ഖാദർ, അത് വേണ്ട, ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ആ ഒരൊറ്റ വാക്കിൻ്റെ പേരിലാണ് ഞാൻ വേറൊരു സ്കൂളിലേക്ക് പോവാതെ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് മറ്റുള്ള വിഷയങ്ങളോടെ 10th നിന്ന് വേറെ മാറി. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, അന്ന് മാറിയവരെക്കാൾ പടച്ചോൻ എനിക്ക് പിന്നീട് വന്ന ഒരു ഘട്ടത്തിലും MBBSന് ശേഷം, MDക്ക് ശേഷം, DM ശേഷം ഒരു ഘട്ടത്തിലും പടച്ചോൻ ഒരു പ്രയാസവും തന്നിട്ടില്ല. എന്നിട്ട് അതേ പടച്ചോൻ ഈ നാട്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആ തങ്ങളെ കുടുംബത്തിന് ഒരു പ്രതിസന്ധി വന്നപ്പോൾ എന്നെ പിടിച്ച് തന്നെ അവിടെ ഇട്ടു. ഓഗസ്റ്റ് 22 രാത്രി, എന്തേന്നറിയില്ല, അന്ന് മാത്രം എൻ്റെ മൊബൈൽ സൈലൻ്റ് ആയിപ്പോയി. ഇല്ലെങ്കിൽ ആദ്യത്തെ റിങ്ങിൽ ഹോസ്പിറ്റൽ കോൾസ് അറിയുന്നതാണ്. എനിക്ക് അറിഞ്ഞിരുന്നില്ല, സൈലൻ്റ് ആയതാണോ എന്തെന്നറിയില്ല. 3-3:30 ആകുമ്പോൾ ഞങ്ങളെ കൂടെ പഠിച്ച എൻ്റെ ഒരു ഞങ്ങളെ ബാച്ചിലുണ്ടായിരുന്ന തങ്ങളെ എൻ്റെ ഭാര്യയെ വിളിച്ചു, ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്, ഒരു തങ്ങൾ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്ക് ആരാണെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ ഒരു 15 കോൾസ് ഹോസ്പിറ്റലിൽ നിന്ന്. അഹ്സനി ഉസ്താദിൻ്റെ കോള്, ഖാദർ ഉസ്താദിൻ്റെ കോള്, മൂസ സക്കാഫിയുടെ കോള്, 10-30 കോള്. വളരെ വെപ്രാളത്തോടെ ഞാൻ മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ CTയിൽ, ഞങ്ങളുടെ MRI CT വരുന്ന ഗ്രൂപ്പിൽ ഹാമിദ് അഹമ്മദ് എന്ന് പറഞ്ഞൊരു CT. എന്താ പറയണ്ടേന്നും എന്താ ചെയ്യേണ്ടതെന്നും എത്രയോ ഒരു ദിവസം 10-25 പുതിയ, ഒരു മാസത്തിൽ 150 സ്ട്രോക്കുകളൊക്കെ കാണുന്ന ഒരാൾ ഇത് എങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ വെപ്രാളപ്പെട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഓടുന്ന സമയത്ത് ICUവിന് മുമ്പിൽ ഹബീബ് തങ്ങളാണ്, ഉസ്താദുമാരുമുണ്ട്. ICUവിലേക്ക് ഓടിയപ്പോൾ ഹാമിദിനെ അവിടെ കണ്ടപ്പോൾ ഒരു നിമിഷം കൊണ്ട് എൻ്റെ ഒരു 15-20 വർഷത്തെ മുഹിമ്മാത്തുമായിട്ടുള്ള ബന്ധം ഒരു നിമിഷത്തിൽ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. അന്ന് മുഹമ്മദ് ഡോക്ടറായിരുന്നു ഉണ്ടായിരുന്നത്. 2 മണിക്കൂർ കൊണ്ട് അദ്ദേഹം അതിനെ കംപ്ലീറ്റായി കൺട്രോൾ ചെയ്തിരുന്നു BP. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അവിടെ പതറാൻ പാടില്ല. ആ ഒരു സമയത്ത് എന്താ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് ഞാൻ പതറിയാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ പുറത്ത് വരുന്ന ഉസ്താദുമാരെ എന്നെ കാണാത്തത് കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അവരെ തിരിച്ചു വിളിച്ചു. ഒരു കാര്യം ഞാൻ പറയട്ടെ, എന്നോട് ആ സമയത്ത് അത് കഴിഞ്ഞും